ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിടിലനായിട്ടുള്ള പായസമാണ്. എന്ത് പായസമാണെന്നല്ല, ചെറുപയർ പായസമാണ് കേട്ടോ. ഏത് പായസമാണെങ്കിലും ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പിന്നെ കുറച്ച് പേര് നമ്മൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് കൺട്രോളായിട്ട് നമ്മൾ കഴിക്കും. പക്ഷേ ഇഷ്ടക്കേടൊന്നും നമുക്ക് ഉണ്ടാവില്ല. തീർച്ചയായും പായസം ഇപ്പോൾ നമ്മൾ കല്യാണത്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിന് നമ്മൾ നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ പായസം. അപ്പം നല്ല കിടിലനായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ ഒരു ചെറുപയർ പായസം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പിയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എല്ലാ ഐറ്റംസും ഇപ്പോൾ കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഏത് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്. എളുപ്പത്തിൽ നമ്മൾ എളുപ്പപ്പണിൻ്റെ ആളുകളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപയർ പായസം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചെറുപയർ എടുത്തു. അതിനൊന്ന് നന്നായിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ദാണ്ടിലൊന്ന് വറുത്തെടുക്കുക നമ്മൾ. അപ്പോൾ ആ ചെറുപയറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറുമല്ലോ. ഒരു പച്ച കളർ, ആ ചെറുപയർ പച്ച കളർ പോയിട്ട് ഒരു ബ്രൗണിഷ് പോലെ ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള കളറിലോട്ട് മാറും. അപ്പോൾ മാറുമ്പോൾ നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കൂട്ടുകാരെ. നല്ല രസമില്ലേ കാണാൻ? ചെറുപയർ പച്ച കളറുള്ള ആ ഒരു ചെറുപയറിനെക്കാളും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇനി ഇതിനെ പണ്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ എന്താ ചെയ്യുക, അതൊന്ന് നന്നായിട്ട് അരങ്ങുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുമായിരിക്കും, നമ്മൾ എന്തിലെങ്കിലും വെച്ചിട്ടിങ്ങനെ അരങ്ങിയെടുക്കും, ഒന്ന് പൊടിച്ചെടുക്കും. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് മോഡേൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പൊടിയാക്കരുത്. നമ്മൾ മിക്സിയിലിട്ട് ഒരു റൗണ്ട്, 1-2 റൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ അതാ കറങ്ങി തിരിഞ്ഞ ആളിവിടെ എത്തിയിട്ടുണ്ട്. കിടിലനായിട്ട് ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുപയർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചാൽ മാത്രം പോരാ, ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് റെഡിയാക്കി ആ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ എന്താ ചെയ്യുക, ഇതിനെ ഒന്ന് നന്നായിട്ട് ചേറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചേർന്ന മുറമൊക്കെ ഇല്ലേ, ആ മുറത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായി ചേറിയെടുക്കും. പക്ഷേ എനിക്ക് ആ പരിപാടി തീരെ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മനെ തന്നെ ആശ്രയിച്ചു കേട്ടോ. അത് അമ്മൻ്റെ അടുത്ത് അതൊന്ന് ചേർത്ത് തരാൻ പറഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് ചേറുക. അപ്പോൾ ചേർന്ന മുറമാണിത്. ആ മുറമൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ആ മുറത്തിൽ വെച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് ചേറിയെടുത്തപ്പോൾ നമ്മുടെ ആ പയർ വേറെയും തൊലി വേറെയും കിട്ടിയിട്ടുണ്ട്. ചിലതൊന്നും പൊടിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പൊടിയാത്തതിന് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അടിപൊളിയായി, നമുക്ക് അരങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കിടിലനായിട്ടുള്ള ചെറുപയർ ഇതാ പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മിക്സിയിലിട്ട് കറക്കാതെ എല്ലാവരും ശ്രദ്ധിക്കണേ. അവസാനം നമുക്ക് ചെറിയ ഈ ചെറുപയർ ഇങ്ങനെ പൊടിയാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ ഒരു റൗണ്ടും കൂടി കറക്കിയെടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി വേറൊരു പണിയില്ല. നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ ഒരു ചെറുപയറിൻ്റെ മുകളിൽ വരെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. അത്ര വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് പൊങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കുക്കറിലൊരു 3-4 വിസിൽ അങ്ങോട്ട് വിട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും, നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് കിട്ടും. താണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി. അപ്പോൾ ഞാൻ ഒരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ആക്കിയിരിക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായി തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പായസത്തിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെല്ലമാണ്. അപ്പോൾ നമ്മൾ വെല്ലം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് വേണം, പാലൊഴിക്കണം. തേങ്ങാപ്പാൽ വേണ്ടവർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് വയ്യാട്ടോ, തേങ്ങയൊന്നും ചിരകി അതിൻ്റെ പാലൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ലിറ്റർ പാക്കറ്റ് പാൽ വെള്ളം ഒന്നും ചേർക്കാതെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഒന്ന് നന്നായി ഇളക്കിയൊക്കെ കൊടുക്കാം. ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് നന്നായി തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വെല്ലം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെല്ലം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചെറുപയർ പായസമൊക്കെ ആകുമ്പോൾ നമ്മൾ വെല്ലമാണ് ഇട്ട് കൊടുക്കുക, പഞ്ചസാര എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. വെല്ലം പാവ് കാച്ചൊന്നും ഇടാൻ നിന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഈ വെല്ലം അങ്ങനെ കല്ലൊന്നും കടിക്കുന്ന വെല്ലമൊന്നും അല്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം അതിൽ ഞാനൊരു 5-6 അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് പാകമായിരുന്നു മധുരം. ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, ഒരു മീഡിയത്തിലുള്ള മധുരം. കടും മധുരം ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട്, പായസം എന്ന് വെച്ചാൽ പക്ഷെ നല്ല മധുരമൊക്കെ വേണം കേട്ടോ. മധുരം ഇഷ്ടമുള്ള ആളുകൾക്ക് മധുരം നിറയെ ഇടാൻ കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ മധുരം അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊരു 4-5 അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കൂട്ടുകാരെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ആ പാത്രത്തിൽ നിന്ന് പൊങ്ങിപ്പോകാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഇത് കണ്ടില്ലേ, മേലെ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചില എക്സ്പീരിയൻസ് കുറവിൻ്റെ മൂലം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഇതാ വെല്ലം നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്ലീൻ ആണ് കേട്ടോ ഈ വെല്ലം. ഇതിൽ കല്ലൊന്നുമില്ല. ഞാൻ മുൻപ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ വേറെ പാത്രത്തിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പായസം മൊത്തം താഴെ പോവും, എനിക്കാണെങ്കിൽ നല്ല ചീത്തയും കേൾക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇളക്കാനുള്ള പാകത്തിനും നല്ല തിളയ്ക്കാനുള്ള പാകത്തിനും ആയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ വെല്ലമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായി വെല്ലം അലിഞ്ഞ് ചേരണം. അതുപോലെ തന്നെ ഇത് പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു കരിഞ്ഞ മണം പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പായസം ഒരു കരിഞ്ഞ മണം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഇടയിലൊക്കെ നോക്കാം കേട്ടോ, മധുരമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പായസം വെക്കുമ്പോൾ എപ്പോഴും ഒരാൾ അടുത്ത് തന്നെ നിൽക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ മാറിയിട്ട് നമ്മൾ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടല്ലേ. ആ ഒരു ടേസ്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ്, അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മുന്തിരിങ്ങയില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, കാഷ്യൂനട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കാഷ്യൂനട്ട് മാത്രം നെയ്യിൽ വതക്കിയെടുത്തിട്ട് അത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യും കാഷ്യൂനട്ടും അങ്ങനെ ആ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. കിടിലൻ പായസം എന്താ അവിടെ തയ്യാറായിട്ടുണ്ട്. റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് ചേറാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെറുപയർ പായസമൊക്കെ വെക്കുമ്പോൾ, മുതിരപ്പായസമൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം ഈ ചേറണം, തൊലി കളയണം, കുതിരണം, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴത്തെയും പോലെ ഇതിനൊരു കുഞ്ഞു ബൗളിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു ഡെക്കറേഷനൊക്കെ ആവശ്യമാണല്ലോ, നമ്മൾ ഇത്രയും എളുപ്പത്തിൽ ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഒരു ബൗളിലോട്ട് ഞാൻ ഈ പായസം മാറ്റിയിട്ടുണ്ട്. കിടിലനായിട്ടുള്ള ഈ ഒരു ചെറുപയർ പായസം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല സിമ്പിളാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു ഐറ്റമാണ്. പൊളി ഐറ്റമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഐറ്റം വളരെ ഈസി ആയിട്ട് നിങ്ങൾ വീട്ടിലെല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം എന്താണ് ടേസ്റ്റ് എന്നുള്ളതെല്ലാം ഒന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. സൂപ്പറല്ലേ ചെറുപയർ പായസം. നമുക്ക് ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും ഉണ്ടാക്കാൻ കഴിയില്ല. അത്രയും അടിപൊളിയാണ്, കിടിലനാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെടുത്തിട്ട് ഒന്നങ്ങോട്ട് വറുത്ത് റെഡിയാക്കി പൊടിച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ചെറുപയർ പായസം. നമുക്ക് വീട്ടിലിതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പായസം ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റെസിപ്പീസൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ബൈ.